ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ബ്രെഡ് ഡെസേർട്ടാണ്. ഈ മാമ്പഴ സീസണിൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മാമ്പഴമാണ്. ഞാനിപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത മാമ്പഴം നോക്കി, നല്ല രുചിയുള്ള മാമ്പഴം നോക്കി എടുത്തേക്കണം. അപ്പോൾ ഇതിൻ്റെ പുറന്തെല്ലാം ഒന്ന് ചെത്തി മാറ്റിയിട്ട് നമുക്കിനി ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം എടുക്കാം. മാമ്പഴമെല്ലാം അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മാങ്ങയെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോ പൾപ്പ് ചേർക്കാം. കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി, ഇതിനോടൊപ്പം ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ഈ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് മാത്രം നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മാംഗോ പൾപ്പെല്ലാം നന്നായിട്ട് ഇന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ തിളച്ച് തുടങ്ങുന്ന ഒരു പരുവം മതിയാവും. നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി, നല്ല രീതിക്ക് ഒന്ന് ചൂടായി നമ്മുടെ പഞ്ചസാര എല്ലാം ഒന്ന് ഉരുകി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ട് വേണം കേട്ടോ നമ്മുടെ മാംഗോ പൾപ്പ് കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് മറ്റൊരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ അളവിൽ പാല് ചേർക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനും ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഒരു 6 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമ്മുടെ ഈ പാല് നന്നായിട്ട് ഇന്ന് ചൂടായി വരട്ടെ. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല രീതിക്ക് ചൂടായി കിട്ടിയാൽ മതിയാവും. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ പാല് നല്ല രീതിക്കൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. പാല് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം പാല് വെള്ളമോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് അതും കൂടി ഈ പാലിലേക്ക് ചേർക്കാം. കസ്റ്റേർഡിൻ്റെ മിക്സും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പാല് ചൂടാകുന്നതിനനുസരിച്ചിട്ട് നല്ല രീതിക്ക് ഇത് കുറുകി വരും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ പാല് നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാല് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇത്രയും കട്ടിക്കാണ് കേട്ടോ പിന്നെ കിട്ടുന്നത്. ഇത്രയും തിക്നെസ് മതിയാവും. ഒരുപാട് നല്ല കട്ടിയായിട്ട് കുറുകി വരണം എന്നുള്ള ആവശ്യമായിട്ടില്ല. കാരണം ഇത് ഇപ്പോൾ അത്യാവശ്യം തിളച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചും കൂടി കട്ടിയാകും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പാലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. നമ്മുടെ ഡെസേർട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ട്രേ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർക്കാം. കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസസ് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇതിന് മുകളിലായിട്ട് വെക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാംഗോ പൾപ്പ് വെക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് വെക്കാം. ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ബദാമാണ് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് ബ്രെഡ് കൊണ്ട് കവർ ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട് കാണുന്ന ഈ ഗ്യാപ്പിലേക്ക് ബ്രെഡ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. വീണ്ടും കുറച്ച് മാംഗോ പൾപ്പും അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ കസ്റ്റേർഡ് മിക്സും ചേർക്കാം. ഇനി നമുക്ക് കസ്റ്റേർഡ് മിക്സ് ചേർക്കേണ്ടത് ഈ ബോൾ ഇങ്ങനെ ഫില്ലാകുന്ന രീതിയിലാണ് ചേർക്കേണ്ടത്. വീണ്ടും അതിന് മുകളിലായിട്ട് കുറച്ച് മാംഗോ പൾപ്പും അരിഞ്ഞെടുത്ത കുറച്ച് മാങ്ങാ കഷ്ണങ്ങളും നട്ട്സും ഒക്കെ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാംഗോ ബ്രെഡ് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ റൂം ടെമ്പറേച്ചറിൽ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ രുചികരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുമ്പോഴാണ്. ഏകദേശം 1 മണിക്കൂറോളം മാത്രം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ടാവും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഇത് ഇഷ്ടമാവും. ഉറപ്പായിട്ടും ഈ മാമ്പഴ സീസണിൽ നിങ്ങൾ ഇതുപോലൊരു ഡെസേർട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.